ഹായ്, ഹലോ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നിങ്ങൾ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. സവാള, തക്കാളി, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ഇത്രയും കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ചെറിയതായി ഇതേമാതിരി വലിയ പീസുകളാക്കി മിക്സിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ പൊടി കുറച്ച്, പിന്നെ കുറച്ച് പെരുംജീരകം, കുറച്ച് കറുവപ്പട്ട, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഈ ചിക്കനും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാറില്ല. കാരണം ഞാൻ കഴിക്കാത്തത് കൊണ്ട്. പണ്ട് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേന് ഒരു ദിവസം വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഉണ്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്നു എന്തോ ഒരു കറി. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല മണം. ആ മണം കേട്ട് കഴിഞ്ഞാൽ ആര് കഴിച്ചു അതേപോലെ മണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിശന്നും കൂടെയാണല്ലോ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് ഇങ്ങനെ വായിലോട്ടിട്ടതും അപ്പോൾ പിന്നെ അതെന്തോ ചിക്കൻ കറിയോ ബീഫോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അമ്മമ്മ കൊടുത്തു വിട്ടത് പിന്നെ ഞാനത് എൻ്റെ തൊണ്ടയുടെ പകുതി വരെ എത്തിയിട്ട് ഞാനത് പിന്നെ ഛർദ്ദിച്ച്. കാരണം പുറത്തേക്ക് ഇട്ട്, കാരണം ഞാൻ കഴിക്കത്തില്ലല്ലോ. അപ്പോഴേ എനിക്ക് ആ ബോധം വന്നത്. പക്ഷെ ആ മണം കേട്ടിട്ട് എന്താ പറയുക, ആ മണം ഇപ്പോഴും വെക്കുന്ന കറികൾക്കൊന്നും സാധാരണ വരാറില്ല എനിക്ക്. ആ മണം അന്ന് പോയ മണം. പക്ഷേ ഇതുവരെ പിന്നെ കിട്ടിയിട്ടില്ല എനിക്ക് ആ മണം. അതേപോലെ തന്നെ എൻ്റെ അമ്മയും കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ചെറിയ മീനുകളൊക്കെ ഉണ്ടാക്കാറുള്ളൂ കറികൾ. അപ്പോൾ അച്ഛന് കുറച്ച് കഴിക്കും. അച്ഛന് വേണ്ടിയിട്ട് അമ്മമ്മ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇപ്പം ഞാൻ കുക്കർ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഞാനിപ്പോഴും പറയുന്നത്, ഞങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പെരുംജീരകവും കുറച്ച് കഷ്ണം കറുവപ്പട്ടയും ഇട്ട്, അതിന് ശേഷം ഒന്നത് നന്നായി ചൂടായി വരുമ്പോഴത്തേന് അതിനകത്തേക്ക് ഈ അരച്ച് വെച്ച മസാല ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറണം. മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ചിക്കൻ ഇടാവുള്ളൂ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം മാറി കിട്ടുമ്പോഴത്തേന് അതിനകത്തേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇടുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും ഇടാം. കാരണം ചിക്കൻ കഷ്ണം ഇപ്പോൾ കുറവാണെന്നിരിക്കട്ടെ, അപ്പോൾ പെട്ടെന്ന് കുറച്ച് കൂടുതൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാം അതിനകത്ത്. ഉരുളക്കിഴങ്ങും വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റാണെന്നാണ് പിന്നെ ഇവിടെ കഴിച്ചവർ എല്ലാവരും പറയുന്നത്. കാരണം പിന്നെ ഹസ്ബൻഡിനും കുട്ടികൾക്കും ഒക്കെ ചിക്കൻ ഇഷ്ടമാണ്. അപ്പോൾ അവർ കഴിച്ചിട്ട് പറയുന്നത് ആ ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റാണെന്നാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച്, പിന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം, നമ്മൾ ആ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് കുക്കർ അടച്ച് വെക്കുക. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ഞാൻ പറഞ്ഞില്ല, മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടയ്ക്കുന്നതിന് മുമ്പിട്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ അടച്ച് വെച്ചതിന് ശേഷം കുക്കറിൻ്റെ മുകളിൽ കുറച്ച് ആ വിസിലിൻ്റെ സൈഡിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയും തേക്കുന്നുണ്ട്. കാരണം അത് മുകളിലേക്ക് തെറിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, വിസിൽ വരുന്ന സമയത്ത് പതഞ്ഞിങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. അപ്പോൾ പുട്ട് മാവൊക്കെ കുഴച്ച് വെച്ചു.
ആദ്യമേ ഒരു കുറച്ച് മാവെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കും. അതിന് ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഈ പുട്ടിൻ്റെ മാവെടുത്തിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ച് നോക്കുമ്പോൾ ഉണ്ടയായിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ, എന്നിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകണം. അതാണ് പുട്ടിൻ്റെ മാവിൻ്റെ ഒരു പിന്നെ പരുവം. അത് കഴിഞ്ഞ് പുട്ടൊക്കെ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് പിന്നെ വിസിൽ വന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ കുക്കർ ഓൺ ചെയ്തപ്പോഴത്തേനും നന്നായിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള കറി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം കുക്കർ അടച്ചു വെച്ചിട്ടായിരുന്നല്ലോ വേവിച്ചത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരവും കൂടെ നമ്മൾ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറിയ തീയിൽ ഒന്നും കൂടെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഈ ചിക്കനെല്ലാം വെന്തു. ചിക്കനായാലും ബീഫായാലും വെന്തോ ഇല്ലെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കഴിക്കാത്തവർക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ എല്ലിൽ നിന്ന് മാംസം വേറിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം മനസ്സിലാക്കിക്കോണം ചിക്കനായാലും ബീഫായാലും ഏതാണെങ്കിലും മട്ടനാണെങ്കിലും ഒക്കെ വെന്തു എന്നുള്ളത്. അപ്പോൾ ചിക്കൻ കറി റെഡിയായി. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറിയും ചിക്കനാണ്. അപ്പോൾ രാവിലെ പിന്നെ പുട്ടും ചിക്കൻ കറിയും പിന്നെ ഞങ്ങൾക്ക് പിന്നെ പഴവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഞങ്ങളുടെ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് കുറച്ച് ചെടിയൊക്കെ നനയ്ക്കാനും ചെടിയുടെ കുറച്ച് കാട് ഉഴുവാനും അങ്ങനെയൊക്കെയുള്ള പണികളുണ്ടായിരുന്നു. അപ്പോഴാണ് പച്ചമുളക് കുറേ ഉണ്ട പച്ചമുളകും പിന്നെ അതേപോലെ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടമുളകെന്ന് പറയും. ഉണ്ടമുളകും പിന്നെ വെള്ളക്കാന്താരിയും കുറേ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറിച്ചെടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല ഹൈറ്റായിട്ട് നിൽക്കുക ഈ ചെടികൾ രണ്ടും. കാരണം ഇത് ആദ്യമേ പുറത്തായിരുന്നു നട്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ചെടി വെച്ച് എൻ്റെ ചെടികളെല്ലാം കൂടെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് ചുറ്റും ഒരു ഫെൻസിങ് ഇട്ടിട്ട് അതിന് മുകളിൽ ഈ ഭയങ്കര മഴയായിരുന്നപ്പോഴത്തേന് വെള്ളം നനഞ്ഞിട്ട് ചെടികളൊക്കെ ചീഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുളക് ചെടിയൊക്കെ നല്ല ഹൈറ്റ് വന്നു. കാരണം അതിന് വേണമെന്നുള്ള സൂര്യപ്രകാശം അതിന് കിട്ടുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും നല്ല ഹൈറ്റ് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിറയെ മുളകും പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഈ പിന്നെ മുക്കുറ്റി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയുണ്ട്, മഞ്ഞ പൂവുള്ള ആ ചെടിയുടെ കുറച്ച് അവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ പൂത്ത് കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് പിഴുത് പിന്നെ ഇങ്ങനെ ചെടികളൊക്കെ നോക്കുമ്പോൾ എല്ലാത്തിലും കുറച്ച് ഇപ്പം മെയിൻ്റനൻസ് കുറവായതുകൊണ്ട് കുറച്ച് കാടൊക്കെ കയറി നിൽപ്പുണ്ട്. പിന്നെ അതേപോലെ വെള്ളം ഒഴിക്കാൻ വൈകിയതുകൊണ്ട് ഉള്ള വാട്ടവും ചെടിക്കൊക്കെ വാട്ടവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യണം. ഇത് പെപ്പറോമിയ, ഇത് നല്ല ബുഷിയായിട്ട് നിന്നൊരു ചട്ടിയായിരുന്നു. ഇതിന് മുന്നേ നോക്കുമ്പോൾ ഒരു വെട്ടിൽ കണക്കുള്ളൊരു ജീവി അത് വന്നിട്ട് മൊത്തം ഇലയും ഒക്കെ വെട്ടിക്കളഞ്ഞിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇതെടുത്തിട്ട് വീണ്ടും നട്ടു വെച്ചതാണ്. അപ്പോൾ വീണ്ടും കുറച്ച് നല്ലതായിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും നോക്കുമ്പോൾ അത് വീണ്ടും വന്നിട്ട് ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ കുറച്ച് ചെടികൾ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. കുറച്ച് ബിഗോണിയ, കുറച്ച് അങ്ങനെയുള്ള അഗ്ലോണിമ, അങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ ഹൈബ്രിഡ് അഗ്ലോണിമ അങ്ങനെയുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ കുറച്ച് അങ്ങനെയുള്ള ചെടികൾ ഒക്കെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ പിന്നെ ഡ്യൂട്ടി. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ, കമൻറ്റും ചെയ്യണേ പ്ലീസ്. താങ്ക് യു.